ഹലോ മച്ചാന്മാരെ, ഏട്ടൻ എന്തായാലും പുതിയ വണ്ടിയൊക്കെ എടുത്ത്. അപ്പം ഞാനങ്ങ് വിചാരിച്ചത് നമുക്കൊരു ട്രിപ്പ് പോവാന്ന് പറഞ്ഞ് വന്നിട്ട് ഇവിടെ അതാ പോസ്റ്റായിട്ട് പടമായിട്ട് നിൽക്കുകയാണ്. സംഭവം കാലത്തന്നെ ചേട്ടൻ വണ്ടി പൂജിക്കാൻ വേണ്ടിയിട്ട് പോയിക്കായിരുന്നു കേട്ടാ. അപ്പം അതിൻ്റെ ഒരു ലാഗ് ഉണ്ടായി. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. ഏട്ടൻ വണ്ടി പൂജ കഴിഞ്ഞ് വന്നു കേട്ടാ. ഏട്ടൻ ഡ്രസ്സ് മാറാൻ പോയ ഗ്യാപ്പിലാണ് കേട്ടാ നമ്മുടെ അച്ഛനെ കണ്ടത്. അപ്പം ആളുടെ കുറച്ചു നേരം വർത്താനം പറഞ്ഞു വന്ന്. ആളിവിടുത്തെ ഒരു പഴയ പുലിയാണ്. ഈ വരണ മുതലുണ്ടല്ല, ഞാൻ പഠിക്കുന്ന സമയത്ത് മെയിനായിട്ട് പോയിരുന്ന വണ്ടി കേട്ടാ. 7 മണിക്ക് പ്ലാൻ ചെയ്ത ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത് 8 മണിക്കാണ് കേട്ടോ. നമ്മുടെ വിനീത് ശ്രീനിവാസൻ പറയുന്ന പോലെ ഈ പാലക്കാട് വന്നാലാണ് ശരിക്കും ഒരു ഗ്രാമം നിങ്ങൾക്ക് അറിയാൻ പറ്റുക. ഇവിടുത്തെ ഒരു ഭംഗി അത് വേറെ തന്നെയാണ് കേട്ടോ. ഈ കാണുന്നത് നമ്മുടെ പോത്തുണ്ടി ഡാമാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിലുണ്ടായിരുന്നു രാവിലെ തന്നെ. ഇപ്പം ഞങ്ങൾ അങ്ങോട്ട് കയറിയില്ല. അപ്പം നമ്മൾ നൈസായിട്ട് ടിക്കറ്റൊക്കെ എടുത്ത ശേഷം മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വളവും കയറ്റമൊക്കെ ഒരുപാടുണ്ട്. നമുക്ക് താഴ്ന്ന് വണ്ടിയുടെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്താലാണ് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതേപോലെ ശ്രദ്ധിക്കണേ. നമ്മൾ മുകളിലോട്ട് എത്തുമ്പോഴേക്കും അത്യാവശ്യം കോട വീഴാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു പ്രകൃതി ഭംഗിയില്ലേ, അതതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലാണ്. അവസാനം ചുറ്റിത്തിരിഞ്ഞ് നമ്മൾ മുകളിൽ വശത്ത് എത്തിയിട്ടാ. ഇവിടെ കംപ്ലീറ്റ് ഇത് തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെയാണ്. റോഡ് അത്യാവശ്യം മോശമായിരുന്നു. നല്ല ട്രാഫിക് ഉള്ള ദിവസമായിരുന്നു, ഹോളിഡേ ആയതുകൊണ്ട്. ഏട്ടൻ കംപ്ലീറ്റ് ട്രിപ്പ് മൂഡിലായിരുന്നു കേട്ടാ. അതാണ് ഇങ്ങനെയൊക്കെ പറയാം. ഇത് സീതാർകുണ്ടിലോട്ടുള്ള എൻട്രി ആയിരുന്നു കേട്ടാ. ഇവിടെ നിന്ന് നമുക്ക് തിരിച്ചു പോകേണ്ടി വന്നു. കാരണം അത്യാവശ്യം നല്ല ട്രാഫിക് ഉള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് കിടന്നില്ല. മച്ചാന്മാരെ, ഞാൻ പറഞ്ഞു ഓരോട് താഴെ പോവാന്ന്. അതൊന്നും കേൾക്കാണ്ട് മലന്റെ തലയ്ക്ക് വന്ന എന്തൊക്കെയോ കാണാന്ന് പറഞ്ഞിട്ട് സംഭവം മലയുടെ മണ്ടേന്ന് ഈ കോട പോണ് കാണാൻ ഭയങ്കര രസമാണ്. അത് കുറെ നേരം ഇങ്ങനെ നോക്കി നിന്നായിരുന്നു. അവിടെ നിന്ന് താഴെ ചെറുതായിട്ടൊരു വെള്ളച്ചാട്ടം കണ്ടായിരുന്നു. ഞാൻ പാലക്കാട്ടുകാരനൊക്കെ ആണെങ്കിലും നെല്ലിയാമ്പതി വന്നിട്ടൊക്കെ കുറേ ഇപ്പൊ ഇന്നലത്തെ ഒരു ഒറ്റ മൈൻഡിൽ കയറി വന്നതാണ്. വന്ന സംഭവം എന്തായാലും വർത്താട്ടോ. ഈ നട്ടുച്ച വെയിലെത്തും എന്താ പറയാ, ഇവിടെ അത്യാവശ്യം നല്ല കോടയുണ്ട്. പഞ്ചായത്തിന് കാശ് പിടിച്ച് പറയുന്ന അങ്ങനെയൊന്നുമില്ല. അല്ല, കാലത്ത് വീട്ടിൽ നിന്ന് വെറും വയറ്റിൽ ഇറങ്ങിയോണ്ട് അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അവിടെ നെല്ലിയാമ്പതി ഒന്ന് ബിരിയാണി ചെയ്യുന്നു ഗൈസ്. സ്ഥലം നിങ്ങൾ കാണാണ്ടാക്കി ചോറ് മതി അതുകൊണ്ട് ബിരിയാണി കഴിക്കുന്നു ഗൈസ്. ഫുഡ് അടിച്ച് വേറെ നിറച്ച ശേഷം അടുത്ത സ്പോട്ടിക്കുള്ള പോക്കായിരുന്നു നമ്മുടെ. അപ്പൻ്റെ ഫുള്ള് ബ്ലോക്ക്. വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെയാണ് ഈ തിരക്ക് കാണുന്നത്. സ്പോട്ടിക്ക് വന്നൊക്കെയാണ് ഇവിടെ നെല്ലിയാമ്പതി സൂസൈഡ് പോയിന്റ് അല്ലേ. ടിക്കറ്റ് സീതാർകുണ്ട് ഇത് കഴിഞ്ഞിട്ട് പോകണം. 8 കിലോമീറ്റർ കൂടി ഉണ്ടെന്ന് പറഞ്ഞത്. അല്ലല്ല, അത് സൂസൈഡ് പോയിന്റ് വരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് 8 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, വെള്ളച്ചാട്ടത്താ. ഇവിടെ ഒരാളിതാ എന്തൊക്കെയോ തപ്പുന്നുണ്ട്. നെല്ലിയാമ്പതി വന്നു കഴിഞ്ഞാൽ മസ്റ്റ് വാച്ച് ചെയ്യേണ്ട സ്ഥലം കേട്ടോ ഈ സൂസൈഡ് പോയിന്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ ഒരു വ്യൂ എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്ക്. ലൈഫിൽ ഒരു വട്ടെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ച കേട്ടോ. നമ്മുടെ ലൈഫിൽ ഇവിടെയൊക്കെ മിസ്സായി കഴിഞ്ഞാൽ വളരെ മോശമായിരിക്കും. ഇവിടുത്തെ ഒരു ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല. കല്യാണം കഴിഞ്ഞ ഒരു കൊച്ചായെങ്കിലും എൻ്റെ ബുദ്ധിക്ക് വളർച്ച വന്നതായിട്ടൊന്നും ഞങ്ങൾക്ക് കുടുംബത്തിലാർക്കും തോന്നിയിട്ടില്ല കേട്ടാ. കണ്ണാണ് കേട്ടോ നമ്മുടെ പോത്തുണ്ടി ഡാം. ഇവിടെ നോക്കുമ്പോൾ ഒരു കുളം പോലെ ഉണ്ട്. പക്ഷെ ഇവിടെ വന്ന് നിൽക്കണ ഫീലുണ്ടല്ലോ, ഒരു രക്ഷയില്ല. കാറ്റും സത്യം പറയുക, കാറ്റിൽ വെയിലൊന്നും അറിയില്ല. വ്യൂ പോയിന്റ് കണ്ട ശേഷം നമ്മൾ നേരെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ തന്നെ ഒരു ഐസ്ക്രീം വണ്ടി വെക്കണം. അപ്പോൾ നമ്മൾ വിചാരിച്ചൊരു ഐസ്ക്രീം കഴിക്കാന്ന്. ഇതാ കാണുന്നത് AVTയുടെ ഫാക്ടറിയാണ് കേട്ടോ. ചേട്ടൻ പറഞ്ഞ് 2 വാനിലയും 1 പിസ്തയൊക്കെ പറഞ്ഞായിരുന്നു. ശരി, അതും കഴിച്ചിട്ട് ഇനി മുന്നോട്ട് പോകാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. ഞാനൊരു പിസ്തയാണ് കേട്ടോ വാങ്ങിയത്. ഈ കുതിര ഇവിടെ വന്നു പെട്ടതാട്ടാ. ഇതിവിടെ കുറേ കാലമായിട്ടുണ്ടെന്ന് അവിടെ ഉള്ളവർ പറഞ്ഞത്. വ്യൂ പോയിന്റ് കണ്ട് നമ്മൾ നേരെ അടുത്തത് പോകണം വെള്ളച്ചാട്ടം കാണാനാണ് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 12 കിലോമീറ്റർ ഉണ്ട് കരപ്പാറ വെള്ളച്ചാട്ടത്തേക്ക്. അപ്പോൾ അത് കാണാനുള്ള ഒരു ഓട്ടത്തിലാണ് ഇപ്പോൾ. നെല്ലിയാമ്പതിയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് പാലക്കാട്ടിൻ്റെ വേറൊരു മുഖം ഉണ്ടാ. സാധാരണ നമ്മുടെ പാലക്കാട്ടുകാർക്ക് പയല പൂരം കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടുള്ളത്. എന്നാൽ ഇവിടെ നിന്ന് വരുമ്പോൾ ജോലി, എസ്റ്റേറ്റ് കാര്യങ്ങളൊക്കെയാണ് അധികമായിട്ടുള്ളത്. നമ്മൾ ഈ പ്രകൃതിനെയും അതേപോലെ ബിസി ലൈഫിൽ നിന്നൊക്കെ കുറച്ച് മാറിയിട്ടിരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇവിടെ വരുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു പള്ളിയാണ് കേട്ടോ. കുറേ ആളുകൾ ഇവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. നമ്മൾ നെല്ലിയാമ്പതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു വശത്ത് കാണുന്നത് തേയില ചെടികളാണെങ്കിൽ മറുവശത്ത് നിന്ന് കാണുന്നതൊക്കെ കാപ്പിയാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്നത് കംപ്ലീറ്റ് കാപ്പി ചെടികളാണ്. വെള്ളച്ചാട്ടത്തിൽ എത്തിയിട്ടുണ്ട്. അടിപൊളി വൈബാട്ടോ, നല്ല ക്ലൈമറ്റ്, മഴ പെയ്യുന്നൊക്കെ തോന്നുന്നുണ്ട്.
മച്ചാന്മാരെ ഈ വെള്ളച്ചാട്ടം വരുന്ന ഒരു പ്രൈവറ്റ് എസ്റ്റേറ്റിൻ്റെ അകത്താണ് കേട്ടോ. അത്യാവശ്യം ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, എന്നാലും അടിപൊളിയാണ്. ഇതിനകത്തോട്ട് കയറിയപ്പോഴാണ് ശരിക്കും പെട്ടത്. കാരണം ദീപേട്ടനൊക്കെ ഇതാ അട്ടകടി കൊണ്ട് തിരിഞ്ഞു. കൊണ്ടിട്ട് ഉഷാറായിട്ട് അട്ടകടിനെ പറ്റി എന്താ പറയാ, 1 ലിറ്റർ വെച്ചാണ് എന്റെ ശരീരത്തൊക്കെ എടുക്കുന്നത്. ഞാൻ അട്ടകടിയിൽ നിന്ന് എസ്കേപ്പ് ആയെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ദേ കിടക്കണേ എൻ്റെ കാലിൽ 2 അട്ട. നോക്കിയപ്പോൾ ഫുള്ള് ബ്ലഡും. അട്ടകടി കൊണ്ട് അവസാനം നമ്മൾ താഴത്തോട്ട് ഇറങ്ങിയിട്ടാ. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കൊല്ലംകോടാണ്. നേരെ നമ്മൾ അങ്ങോട്ടാണ് വെച്ച് പിടിച്ചത്. പോണ വഴിക്കൊരു ചായക്കട കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് കയറി ഒരു ചായയും കുടിച്ചിട്ട് പരിപ്പടയും കഴിച്ചിട്ട് നേരെ അവിടെ നിന്ന് വിട്ട് കൊല്ലംകോട് പോണ വഴിക്കാട്ടോ ഈ ഒരു കാഴ്ച കണ്ണിലുടക്കിയത്. പുറത്തുനിന്ന് വന്ന ഏതോ ആളുകൾ ഇതാണ് കൊല്ലംകോട് പാടം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇറങ്ങി നിൽക്കണം. അവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞതാണ് കേട്ടോ ഈ കാര്യമൊക്കെ. ഇന്ന് നമ്മൾ കൊല്ലംകോട് പോയപ്പോൾ അവിടെ കണ്ട ബ്ലോക്ക് വിചാരിച്ചതിൽ അപ്പുറമായിരുന്നു കേട്ടോ. കാരണം അത്രയ്ക്കും വഴി കൺജസ്റ്റഡ് ആയിരുന്നു, ആളുകൾക്കൊക്കെ ബുദ്ധിമുട്ടായിരുന്നു സഞ്ചരിക്കാൻ വേണ്ടിയിട്ട്. പുറത്തുനിന്നുള്ള ആളുകൾ മെയിനായിട്ട് കൊല്ലംകോട് വരുന്നത് ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടായിരുന്നു. ഇന്ന് അവിടെ വന്നിട്ടുള്ള ആളുകൾക്ക് അത് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊരു ചോദ്യചിഹ്നം തന്നെയാണ്. ഞങ്ങൾ പോയ വണ്ടി ഞങ്ങളൊരു വീട്ടിൽ തൽക്കാലം കയറ്റി വെച്ചായിരുന്നു കേട്ടോ. പക്ഷെ അവർ നമ്മളോട് കാശ് വാങ്ങിയായിരുന്നു. ഒരു 30 രൂപയാണ് ചാർജായിട്ട് വാങ്ങിയത്. ശരിക്കും നമ്മളുടെ ഭാവനയിലുള്ള ഒരു കൊല്ലംകോട് അല്ലായിരുന്നു കേട്ടോ നമ്മളവിടെ പോയപ്പോൾ കണ്ടത്. ഇവരിപ്പോൾ എന്താ ടിക്കറ്റും കൗണ്ടറെല്ലാം വെച്ചിട്ട് മൊത്തം ഒരു ബിസിനസ്സാക്കി മാറ്റിയേക്കാണ്. കംപ്ലീറ്റ് കുറച്ച് ചെടിയും വെച്ചിട്ടുണ്ട്, പിന്നെ എന്തൊക്കെയോ കുറച്ച് ഇലക്ട്രിക്കൽ സാധനങ്ങളും സ്പീക്കേഴ്സും ക്യാമറയൊക്കെ വെച്ചിട്ട് ശരിക്കും ഒരു എന്താ പറയുക ഒരു പാർക്കാക്കി മാറ്റിയിരിക്കുകയാണ് കൊല്ലംകോട്. നമ്മുടെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇതോടെ ഇനിയിപ്പോൾ വയ്യ തീരെ. കാരണം കൊല്ലംകോട് വന്ന് എന്തപ്പോൾ അവിടെ നിന്ന് കണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. ഉള്ള കാര്യമുള്ള പോലെ പറയാം. ഇത് കണ്ടമാനം തിരക്കുണ്ടായി. അടുത്തൊരു വീഡിയോയിൽ കാണാം, വീഡിയോ ബ്ലോഗോ എന്തെങ്കിലുമൊക്കെ കാണാം. അപ്പോൾ അതുവരെ ടാറ്റ.